ഇന്ന് നമുക്ക് സൂര്യയും മമിതയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതിയെന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായ സഞ്ജയ് വിശ്വനാഥിനെയാണ് കാണിക്കുന്നത്. സഞ്ജയ് പേര് കേട്ട കോടീശ്വരനും ബിസിനസ്സുകാരനുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാവർക്കും സഞ്ജയ് നന്നായിട്ട് അറിയാം. സഞ്ജയ് ഇപ്പോൾ ഫ്രാൻസിലെത്തിയിരിക്കുകയാണ്. സഞ്ജയ്ക്ക് ഷൂട്ടിങ്ങിനോട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഗോൾഡ് മെഡൽ വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതും. എന്നാൽ സഞ്ജയോട് നല്ല പകയും ഈഗോയും ഉണ്ടായിരുന്നൊരു ടീം സഞ്ജയ് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ സഞ്ജയുടെ ലോക്കറിൽ നിന്നും സഞ്ജയുടെ ഗണ്ണെടുക്കുകയും ആ ഗണ്ണ് നശിപ്പിക്കുകയും ചെയ്തു. സഞ്ജയ് മത്സരത്തിനായി എത്തുമ്പോഴോ ഗണ്ണ് ചീത്തയായി കിടക്കുന്നു. എന്ത് ചെയ്യുമെന്ന് സഞ്ജയ് വല്ലാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയമാണ് തന്റെ അച്ഛൻ പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നത് ഓർമ്മ വരുന്നത്. കുട്ടിയായിരുന്ന സമയത്ത് സഞ്ജയുടെ സൈക്കിൾ ചീത്തയായിപ്പോയി. സഞ്ജയ് പുതിയ സൈക്കിൾ വാങ്ങിത്തരുമോ എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് ചീത്തയായ സൈക്കിൾ നേരെയാക്കി ഒന്ന് ഉപയോഗിക്കാമെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞിരുന്ന ആ കാര്യമെല്ലാം ഓർക്കുന്ന സഞ്ജയ് ചീത്തയായി കിടക്കുന്ന തോക്കെടുത്ത് റെഡിയാക്കുന്നു. എന്നിട്ട് ആ ഒരു തോക്ക് ഉപയോഗിച്ച് തന്നെ ഷൂട്ടിംഗ് മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു. ഗോൾഡ് മെഡലും നേടി നാട്ടിലേക്ക് വരുന്ന സഞ്ജയ് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. സഞ്ജയ് ഗോൾഡ് മെഡൽ വാങ്ങിയത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരു സന്തോഷത്തിലാണ് അമ്മയെങ്കിലും അമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം സഞ്ജയ്ക്ക് ഏകദേശം 40 വയസ്സിൽ കൂടുതലുണ്ട്. ഇതുവരെയായിട്ടും സഞ്ജയുടെ വിവാഹമൊന്നും നടന്നിട്ടേയില്ല. കുട്ടിക്കാലത്ത് തന്നെ സഞ്ജയുടെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. കുട്ടിക്കാലം മുതലേ സഞ്ജയുടെ കാര്യമെല്ലാം നോക്കി വളർത്തിയത് അമ്മയായിരുന്നു. അമ്മയെന്ന് വെച്ചാൽ സഞ്ജയ്ക്കും ജീവനാണ്. സഞ്ജയ് ഒരു വിവാഹമൊക്കെ കഴിച്ച് സഞ്ജയ്ക്ക് ഒരു കുട്ടിയൊക്കെ ജനിക്കണമെന്നും കുഞ്ഞിനെ തനിക്കൊന്ന് കളിപ്പിക്കണമെന്നൊക്കെ സഞ്ജയുടെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. മിക്കപ്പോഴും ഒന്ന് വിവാഹം കഴിക്കുവാനായിട്ട് സഞ്ജയെ നിർബന്ധിക്കും. എന്നാൽ തനിക്ക് വിവാഹത്തിനൊന്നും താല്പര്യമില്ല എന്നും എന്നെ അതിന് നിർബന്ധിക്കരുതെന്നും അമ്മയോട് പ്രത്യേകം സഞ്ജയ് പറയുന്നുണ്ട്. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് സുഖമില്ലാതാകുന്നു. ഹോസ്പിറ്റലിലെത്തി ചെക്കപ്പ് നടത്തി നോക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്. മാത്രമല്ല BP-യും കൂടുതലാണ്. എന്താ ഇങ്ങനെ BP കൂടുവാനായിട്ട് കാരണമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എങ്ങനെ BP കൂടാതിരിക്കും, എന്റെ മകൻ ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കാതെ നടക്കുകയില്ലേ, അവന്റെ കുഞ്ഞിനെയൊക്കെ എനിക്ക് കാണണമെന്ന ആഗ്രഹമില്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് അമ്മ സംസാരിക്കുന്നത്. സഞ്ജയ്ക്കാണെങ്കിലോ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതായി എന്നറിഞ്ഞതോടുകൂടി ആകെ സങ്കടം. അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർ പറയുന്നു. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ സഞ്ജയ് വിവാഹം കഴിക്കണമെന്നും അവനൊരു കുട്ടിയുണ്ടാകണം, അതിനുശേഷം മാത്രമേ ഞാൻ ഓപ്പറേഷന് സമ്മതിക്കൂ എന്നാണ് അമ്മയുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിച്ച സഞ്ജയ് ഒരു പെണ്ണിനെ കോൾ ചെയ്യുന്നു. വിദേശത്തുള്ള പെണ്ണാണത്. എന്നിട്ട് അവളുമായിട്ട് സംസാരിക്കുവാനായും ആരംഭിക്കുന്നു. രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുകയും എന്നും അവർ സംസാരിക്കും. എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് കാണിക്കുന്നതേയില്ല. അങ്ങനെ ഏകദേശം 1 വർഷം കടന്നു പോകുന്നു. ഒരു ദിവസം സഞ്ജയ് ആ പെണ്ണിനെ കാണുവാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകും. പോയിട്ട് തിരികെ വരുമ്പോഴോ സഞ്ജയുടെ കയ്യിൽ ഒരു ആൺകുഞ്ഞുണ്ട്. മീഡിയക്കാരും എയർപോർട്ടിലുള്ളവരെല്ലാവരും സഞ്ജയെ വളയുകയാണ്. ആരാണ് ഈ കുഞ്ഞ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്റെ മകനാണ് എന്നാണ് സഞ്ജയ് മറുപടി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് സഞ്ജയ് പറയുന്നത് ഇതെന്റെ മകനാണ്, സരോഗസി വഴി എനിക്ക് ജനിച്ച മകനാണിതെന്ന് മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്നും സഞ്ജയ് പോകുന്നു. സഞ്ജയ് സംസാരിക്കുന്നതെല്ലാം ന്യൂസ് ചാനൽ വഴി സഞ്ജയുടെ അമ്മ വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ഇവൻ എന്തായി കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെയാണ് അമ്മ ചിന്തിക്കുന്നത്. സഞ്ജയ് കുഞ്ഞുമായിട്ട് വീട്ടിലെത്തുന്ന സമയത്തെല്ലാം അമ്മ സഞ്ജയ് ഒരുപാട് വഴക്ക് പറയുന്നു. അമ്മയുടെ ആവശ്യം എനിക്കൊരു കുഞ്ഞു വേണമെന്നും അനന്തരാവകാശി വേണമെന്നുമല്ലേ, ദേ ഇരിക്കുന്നു എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് സഞ്ജയ് കയറി പോകും. അത്രയും നേരം സഞ്ജയ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് കുഞ്ഞിന്റെ മുഖം കണ്ടതും ഒന്നും പറയാൻ തോന്നിയില്ല. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ആ കുഞ്ഞുമായിട്ട് അമ്മ ഒരുപാട് അടുക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോകുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം കുഞ്ഞിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ബ്ലഡ് വരികയാണ്. അമ്മ വെപ്രാളപ്പെട്ട് കുഞ്ഞിനെ സഞ്ജയ്ക്ക് അടുത്തേക്ക് കൊണ്ടുവരും. ഇവൻ എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയുകയാണ്. കുഞ്ഞിനെ എത്രയും വേഗം തന്നെ സഞ്ജയ് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. കുഞ്ഞിനെ ചെക്ക് ചെയ്ത ഡോക്ടർ പറയുന്നത് കുഞ്ഞിനൊരു പ്രശ്നമുണ്ട്, കുഞ്ഞിന്റെ ബോൺ മാരോ മാറ്റിവെക്കണം. എത്രയും വേഗം അത് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നും ഡോക്ടർ പറയുന്നു. എത്രയും വേഗം ഓപ്പറേഷൻ നടത്താമെന്നും സഞ്ജയ് പറയുമ്പോൾ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കുഞ്ഞിന്റെ അച്ഛൻ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മ ഇവർ രണ്ടുപേരും മാത്രമേ ഡോണർ ആകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഡോക്ടർ പറയുമ്പോൾ എങ്കിൽ ശരി, എന്നിൽ നിന്നെടുക്കാമെന്നും സഞ്ജയ് പറയുന്നു. സഞ്ജയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സഞ്ജയിൽ നിന്നും ബോൺ മാരോ എടുത്താൽ ആ ഒരു രോഗം ക്യൂർ ആകാനുള്ള സാധ്യത ഏകദേശം വളരെ കുറവ് മാത്രമേ ഉള്ളൂ. കുഞ്ഞിന്റെ അമ്മയിൽ നിന്നാണെങ്കിൽ ഓക്കെ ആകുമെന്ന് ഡോക്ടർ പറയുകയാണ്.
കുഞ്ഞിന്റെ അമ്മയെ എത്രയും വേഗം കണ്ടെത്തണമെന്നും സഞ്ജയ് തീരുമാനിക്കുന്നു. അങ്ങനെ സഞ്ജയ് ആണെങ്കിലോ വിദേശത്തുള്ളൊരു സ്ത്രീയെ വിളിക്കുമായിരുന്നെന്ന് പറഞ്ഞില്ലേ, അവരെ തന്നെ കോൾ ചെയ്യുകയാണ്. സത്യത്തിലത് ഡോക്ടറാണ്. സഞ്ജയെ വാടക ഗർഭപാത്രത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും സഹായിച്ചത് ഈ ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടറിന്റെ ഹെൽപ്പോട് കൂടിയാണ് സഞ്ജയ്ക്ക് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് സഞ്ജയുടെ കുഞ്ഞിന്റെ അമ്മ എന്നുള്ളത് ഡോക്ടറിന് മാത്രമേ അറിയാവൂ. എന്റെ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് സഞ്ജയ് ഡോക്ടറിനോട് തിരക്കും. അതങ്ങനെ ആരോടും പറയാൻ പാടില്ല. പക്ഷേ സഞ്ജയുടെ കുഞ്ഞിന്റെ അവസ്ഥ അതായതുകൊണ്ട് തന്നെ ആരാണ് സരോഗേറ്റ് മദർ എന്നുള്ള കാര്യം ഡോക്ടർ തുറന്നു പറയുന്നു. മാഡി എന്ന പെൺകുട്ടിയാണ് സഞ്ജയുടെ കുഞ്ഞിന്റെ അമ്മ എന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി മാഡിയെ അന്വേഷിച്ച് US എത്തുകയാണ് സഞ്ജയും സഞ്ജയുടെ കസിനും. മാഡിയെ അന്വേഷിച്ച് അവരെത്തുന്നത് ഒരു വീട്ടിലേക്കാണ്. അവിടെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. വല്ലാത്ത ബഹളം നടക്കുകയാ. എല്ലാവരും മാഡി മാഡി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായി മാഡി എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് സഞ്ജയ് എത്തുമ്പോഴോ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയാണ് മാഡി. അവളെ കണ്ടതും സഞ്ജയ് ഞെട്ടിപ്പോകുന്നു. ഏകദേശം ഒരു 22 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്ക് പ്രായമുള്ളത്. ആ ഒരു 22 വയസ്സുകാരിയെ കണ്ട് ഷോക്കായി നിൽക്കുകയാണ് സഞ്ജയ്. മാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ എല്ലാവരും വല്ലാതെ ബഹളം വെച്ച് നിൽക്കുന്നതും. മാഡിയെ കണ്ട് ഷോക്കായി പുറത്തേക്ക് ഇറങ്ങുന്ന സഞ്ജയ് ഉടനെ തന്നെ ഡോക്ടറിനെ കോൾ ചെയ്യുന്നു. ഡോക്ടർ, എന്തിനാ ഈ ഒരു 22 വയസ്സുകാരിയെ എന്റെ കുഞ്ഞിന്റെ സരോഗേറ്റ് മദർ ആക്കിയെന്ന് ചോദിക്കുമ്പോൾ, സരോഗസിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് നിങ്ങളുടെ കസിൻ പറഞ്ഞത് ഇന്ത്യൻ പെൺകുട്ടി മതിയെന്ന്. സരോഗസിക്ക് വേണ്ടിയിട്ടുള്ള പരസ്യം കൊടുത്ത സമയത്ത് ഈ പെൺകുട്ടിയാണ് മുന്നോട്ട് വന്നത്. അവൾക്കപ്പോൾ കാശിന് നല്ല ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങളും അതിന് ഓക്കെ പറഞ്ഞു. പിന്നെ സരോഗേറ്റ് മദറാകുന്നവരെല്ലാവരും അവരവരുടെ താല്പര്യത്തിനാണ് എത്തുന്നത്. ഞങ്ങളാരും നിർബന്ധിക്കുന്നതല്ല എന്നും ഡോക്ടർ പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ മാഡിക്കടുത്ത് വന്നിട്ട് തന്റെ ആവശ്യമെല്ലാം പറയുകയാണ് സഞ്ജയ്. കുഞ്ഞിനൊരു പ്രശ്നമുണ്ടെന്നും ബോൺമാരെ മാറ്റിവെക്കണം, അതിനു വേണ്ടിയിട്ടൊന്ന് സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്നു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ മാഡി അതിന് സമ്മതിക്കുകയാണ്. പക്ഷേ മാഡിയുടെ ആവശ്യം, ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ എന്റെ ഫുൾ ചിലവ് നോക്കണം, കൂടാതെ എനിക്കൊരു $75,000 കൂടി തരണമെന്നും മാഡി ആവശ്യപ്പെടുന്നു. അത് സഞ്ജയ് കൊടുക്കുകയാണ്. കാശ് ഉടനെ കൊണ്ടുവന്ന് ഒരു ആഫ്രിക്കക്കാരനെ ഏൽപ്പിച്ചിട്ടാണ് മാഡി അവർക്കൊപ്പം പോകുന്നത്. എയർപോർട്ടിലുള്ള ചിലവ് കംപ്ലീറ്റ് കാര്യങ്ങളും സഞ്ജയ് ആണ് നോക്കിയത്. അങ്ങനെ മാഡിയും കൊണ്ട് വീട്ടിലേക്ക് വരും. മാഡിയെ കാണുന്ന അമ്മ ഷോക്കായി പോകുന്നു. ഈ ചെറിയ പെണ്ണാണോ ഇവന്റെ അമ്മ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലാണ് അമ്മ സഞ്ജയോട് സംസാരിക്കുന്നത്. സഞ്ജയ്ക്ക് പോലും അറിയില്ലായിരുന്നല്ലോ സഞ്ജയുടെ കുഞ്ഞിന്റെ സരോഗേറ്റ് മദർ ആരാണെന്നുള്ള കാര്യം. അതെല്ലാം മനസ്സിലാക്കി അമ്മയും ചെറുതായൊന്നും ഒതുങ്ങും. എന്നാൽ മാഡിയുടെ സംസാരവും പ്രവൃത്തികളൊന്നും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. എന്ത് സ്വഭാവമാ ഇവളുടേത്? ഇവളെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ അമ്മ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ വീട്ടിലേക്ക് വന്ന മാഡിയാണെങ്കിലോ കുഞ്ഞിനെ കാണണമെന്ന ആഗ്രഹം പോലും പറഞ്ഞതേയില്ല. എന്താ നിനക്ക്? നിന്റെ കുഞ്ഞിനെ കാണണ്ടേന്ന് അമ്മ ചോദിക്കുമ്പോൾ ആ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നോക്കിയിട്ട് മാഡി കയറി പോകുന്നു. മാഡിയുടെ ആ ഒരു പെരുമാറ്റമൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടമായതേയില്ല. അന്നേ ദിവസം രാത്രി മാഡി ഉറങ്ങുവാനായി കിടക്കും. പക്ഷേ താഴെ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടേയിരുന്നു. ഏകദേശം 1-2 മണിയായിട്ടും കുഞ്ഞുറങ്ങുന്നതേയില്ല. മാഡി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് താഴേക്ക് ഇറങ്ങി വരും. അമ്മയാണ് കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ മാഡി അടുത്ത് വന്ന് കുഞ്ഞിനൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തതും കുഞ്ഞ് കരച്ചിലെല്ലാം നിർത്തുന്നു. കണ്ടോ, കുഞ്ഞിനവന്റെ അമ്മയെ മനസ്സിലായി. അതാ അവൻ പെട്ടെന്ന് കരച്ചിൽ നിർത്തിയതെന്ന് സഞ്ജയുടെ അമ്മ പറയും. അങ്ങനെ സഞ്ജയുടെ അമ്മ മാഡിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. മാഡി തന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. മാഡി ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. മാഡിയുടെ അച്ഛനും അമ്മയും അവളുടെ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയി. ആക്സിഡന്റ് ആയിരുന്നു. അച്ഛനും അമ്മയും ഒരു ഡോക്ടർ ആയതുകൊണ്ട് അവളെയും ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണമെന്ന് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം മാഡി വളർന്നത് ഒരു ഓർഫണേജിലാണ്. അവിടെ നിന്നും നന്നായിട്ട് പഠിച്ചു. മെഡിസിന് വേണ്ടിയിട്ട് ചേരുന്നു. പക്ഷെ പഠിക്കുന്നതിന് ഒരുപാട് കാശ് വേണം. കാശ് പലിശക്കെടുത്താണ് പഠിക്കുവാനായും ആരംഭിച്ചത്. എന്നാൽ കുറെ കഴിഞ്ഞതും പലിശ കൂടി വന്നുകൊണ്ടേയിരുന്നു. പഠിത്തം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചു നിന്ന സമയത്താണ് സരോഗേറ്റ് മദറിനെ ആവശ്യമുണ്ടെന്നുള്ളൊരു പരസ്യം കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതിന് തയ്യാറായത്. എന്റെ പഠിത്തത്തിന് ആവശ്യമുള്ള കാശും കിട്ടി. ഞാൻ നന്നായിട്ട് പഠിക്കുവാനായും ആരംഭിച്ചു. എന്നാലും പലിശക്കാർക്ക് കൊടുക്കാനുള്ള കുറച്ചു തുക മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇനിയും കാശ് ആവശ്യമായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ മകൻ വന്നതും നാട്ടിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടത്. ഞാൻ അമ്മയുടെ മകന്റെ കയ്യിൽ നിന്നും $75,000 വാങ്ങി പലിശക്കാരന് കൊടുത്തു. അങ്ങനെ എന്റെ കടവും തീർന്നു എന്നുള്ള കാര്യം മാഡി പറയുന്നു. അതെല്ലാം കേട്ട് അമ്മയ്ക്ക് വല്ലാതെ സങ്കടമാവുകയാണ്. കാരണം പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അവൾക്ക് അച്ഛനോ അമ്മയോ ആരും തന്നെ ഇല്ലല്ലോ.
മാഡി വന്നപ്പോൾ മുതൽ മാഡി ഒരു മോശമായിട്ടുള്ള പെൺകുട്ടിയായിട്ടാണ് അമ്മ കണ്ടിരുന്നത്. അത്രയ്ക്ക് നീ മോശമൊന്നുമല്ല, നീ ഒരു നല്ല പെൺകുട്ടിയാണെന്നും അമ്മ മാഡിയോട് പറയുന്നു. അങ്ങനെ അമ്മയും മാഡിയും പതുക്കെ അടുക്കുകയാണ്. മാത്രമല്ല കുഞ്ഞുമായിട്ടും അവൾ നല്ല അടുപ്പമുണ്ടാകുന്നു. അവരുടെ ആ ഒരു ബോണ്ടിങ് കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം സഞ്ജയ് ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ആരുമായിട്ടും അടുക്കരുത്, പ്രത്യേകിച്ച് കുഞ്ഞുമായിട്ട്. നീ എന്തായാലും വന്ന ജോലി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും തിരികെ പോകേണ്ടതാണ്. അവസാനം നിനക്കത് വലിയ ബുദ്ധിമുട്ടാകുമെന്നും സഞ്ജയ് പറയുന്നു. എന്തായാലും വന്ന കാര്യം ചെയ്തിട്ട് ഇവിടെ നിന്ന് മടങ്ങാമെന്നും മാഡി തീരുമാനിക്കും. മാഡിക്ക് എന്തായാലും കാശല്ലേ ആവശ്യം, അതവൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഓപ്പറേഷൻ ദിവസമെത്തി. ഓപ്പറേഷൻ നല്ല രീതിക്ക് കഴിയുകയാണ്. 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമുണ്ട്. മാഡിയും നന്നായിട്ട് നോക്കണം, കുഞ്ഞിനെയും നന്നായിട്ട് നോക്കണം. അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് സഞ്ജയുടെ അമ്മയായിരുന്നു. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയമെല്ലാം സഞ്ജയുടെ അമ്മ മാഡിയും നന്നായിട്ട് നോക്കി, കുഞ്ഞിനെയും നന്നായിട്ട് നോക്കി. അമ്മ അങ്ങനെ നോക്കുന്നതിൽ നിന്നും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളിൽ നിന്നും അവൾ പരിചരണമൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ലൈഫ് ഒരുപാട് ഇഷ്ടമായി തുടങ്ങി. അവൾ ആ ഒരു കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയതല്ലേ, അതിനുശേഷം ഇപ്പോഴാണ് ഒരമ്മയുടെ സ്നേഹം അനുഭവിക്കുന്നത്. അന്നു മുതൽ സഞ്ജയുടെ അമ്മയെ മാഡി സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുവാനായും തുടങ്ങി. മാഡിയുടെ ആരോഗ്യവും നല്ലതായതിനു ശേഷം മാത്രമല്ലേ മാഡിക്ക് തിരിച്ചു പോകാൻ കഴിയൂ. അതുവരെ സഞ്ജയുടെ വീട്ടിലാണ് കഴിയുന്നതും. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മയോട് മാഡി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ സഞ്ജയ് ഇങ്ങനെ വാടക ഗർഭപാത്രം വഴി കുഞ്ഞിനെ കണ്ടെത്താൻ തീരുമാനിച്ചത്? സഞ്ജയ് എന്താ വിവാഹം കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ സഞ്ജയുടെ ജീവിതത്തിൽ നടന്ന കഥകളെല്ലാം തുറന്നു പറയുന്നു. കുട്ടിക്കാലത്ത് സഞ്ജയ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സഞ്ജയുടെ അച്ഛൻ ഒരു സിനിമാ നടിയുമായി പ്രണയത്തിലാകുന്നു. അവരെ വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യം കുട്ടിയായിരുന്ന സഞ്ജയോട് പറയുന്നു. എന്താ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അമ്മയോടുള്ള പ്രണയം എനിക്ക് കുറഞ്ഞു, അതുകൊണ്ടാ ഞാൻ ആ സിനിമാ നടിയുമായി പ്രണയത്തിലായതെന്നും അച്ഛൻ പറയും. അതിന് സഞ്ജയുടെ മറുപടി, എന്റെ സൈക്കിള് ചീത്തയായപ്പോൾ അച്ഛൻ എന്താ എന്നോട് പറഞ്ഞത്? സൈക്കിൾ ശരിയാക്കി ഉപയോഗിക്കണമെന്ന്. അച്ഛൻ അമ്മയുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞവസാനിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, നീ പറയുന്നത് നിന്റെ കളിപ്പാട്ടത്തിന്റെ കാര്യം, ഞാൻ പറയുന്നത് വിവാഹ ജീവിതത്തിനെ പറ്റി. എനിക്ക് നിന്റെ അമ്മയോടുള്ള സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ വിവാഹം കഴിക്കണം. നീ നിന്റെ ഭാര്യയുമായിട്ട് ജീവിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയോടുള്ള സ്നേഹമെല്ലാം നഷ്ടമായി നിനക്ക് മറ്റൊരു സ്ത്രീയോട് സ്നേഹം തോന്നും. അത് നിനക്ക് അപ്പോഴേ മനസ്സിലാകൂ എന്ന് അച്ഛൻ പറയുമ്പോൾ, ഞാൻ എന്തായാലും വിവാഹം കഴിക്കില്ല എന്ന് അവൻ അവിടെ നിന്നും തീരുമാനിക്കുന്നു. അന്ന് മുതലാണ് വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് ഈ 40 വയസ്സ് വരെയും അവൻ ജീവിക്കുന്നത്. അച്ഛനോടുള്ള വാശിയും വൈരാഗ്യവുമാണ് അതിനുള്ള കാരണമെന്നും അമ്മ പറയുന്നു. അന്നു മുതൽ അമ്മയുടെ കാര്യമെല്ലാം നന്നായിട്ട് നോക്കിയത് സഞ്ജയാണ്. സഞ്ജയുടെ കഥകളൊക്കെ അറിഞ്ഞ മാഡി സഞ്ജയ്ക്ക് അഫെയർ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അവൻ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കും. ഡേറ്റിംഗ് ആപ്പ് വഴി വിദേശത്തുള്ള സ്ത്രീകളെയൊക്കെ പരിചയപ്പെടും. എന്നിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് പോകും. അവരുമായിട്ട് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരികെ വരും. അമ്മ ഇത് എങ്ങനെയാ അറിഞ്ഞതെന്ന് മാഡി ചോദിക്കുമ്പോൾ, ഒരു ദിവസം അവന്റെ ബാഗിൽ നിന്നും ഒരു സാധനം എനിക്ക് കിട്ടി. ഞാൻ അത് വെച്ച് അവന്റെ കസിനോട് ചോദിച്ചു. അപ്പോൾ കസിനായി ഈ ഒരു കാര്യമെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം അമ്മ പറയും. പക്ഷേ അമ്മയ്ക്ക് ഈ ഒരു കാര്യമെല്ലാം അറിയാമെന്നുള്ളത് സഞ്ജയ്ക്ക് അറിയത്തേയില്ല. എന്നാൽ അത് മാഡി അങ്ങ് പൊളിച്ചു കളയും. മാഡി ഈ ഒരു വിവരമെല്ലാം സഞ്ജയ് നിൽക്കവേ തന്നെ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയും. സഞ്ജയ് ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയാമെന്നുള്ളത് ഇപ്പോഴാണ് സഞ്ജയ്ക്ക് മനസ്സിലായത്. സഞ്ജയ്ക്ക് മാഡിയെ നല്ലത് കൊടുക്കാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാഡിയും സഞ്ജയും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാനായും എത്തി. അവിടെ വെച്ച് മാഡിയോട് ഹോട്ടലിന്റെ ഓണറിന്റെ മകനാണെങ്കിലോ മോശമായി പെരുമാറുന്നു. മാഡി അത് വന്ന് സഞ്ജയോട് പറയുകയാണ്. ദേഷ്യം വന്ന സഞ്ജയ് ആണെങ്കിൽ അവനിട്ട് നല്ലത് കൊടുക്കുകയും അവന്റെ അച്ഛന്റെ പേരിലുള്ള ആ ഒരു ഹോട്ടലിലെ അത് സഞ്ജയുടെ പേരിലേക്ക് മാറ്റുവാനായും തീരുമാനിക്കുന്നു. അപ്പോഴാണ് ആരുടെ മേലാണ് താൻ കൈവച്ചതെന്ന് ആ പയ്യന് മനസ്സിലായത്. എന്റെ മാഡി ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ അവർക്കിട്ട് ഞാൻ നല്ലത് കൊടുക്കുമെന്നുള്ളത് സഞ്ജയ് പറയുന്നു. തനിക്ക് വേണ്ടിയിട്ട് സഞ്ജയ് ഇത്രയും ചെയ്യുന്നത് കണ്ടിട്ട് മാഡിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. മാഡിക്ക് ആകെ സങ്കടവും വരുന്നു. സഞ്ജയ് ആ പയ്യനെ വിരട്ടുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. സഞ്ജയോടും മാഡിയോടും അവൻ വന്ന് മാപ്പ് പറയുന്നു. ഞാൻ എന്തായാലും നിന്നെ പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. നിന്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ആ ഒരു എഗ്രിമെന്റ് പേപ്പറും വലിച്ചു കീറി കളഞ്ഞിട്ട് പോകുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ പെട്ടെന്ന് അവനോട് അങ്ങനെ പെരുമാറിയെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഭാഗത്തും തെറ്റുണ്ടെങ്കിലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് എന്റെ കടമ എന്നാണ് സഞ്ജയ് മറുപടി പറയുന്നത്. അത് കേട്ടതും മാഡിക്ക് സഞ്ജയോട് പ്രണയം തോന്നുകയാണ്. പണത്തിന് വേണ്ടിയിട്ട് വന്ന മാഡിക്ക്
ഒരമ്മയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, മകന്റെ സ്നേഹം ഇതെല്ലാം കിട്ടി. അവളുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടാത്ത സ്നേഹവും സൗഭാഗ്യവും എല്ലാമാണ് അവൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ ഒരു കുടുംബത്തിൽ നിന്ന് പോകണ്ട എന്നും ഇവിടെ തന്നെ ജീവിക്കണമെന്നും മാഡി തീരുമാനിക്കുന്നു. മാഡിക്ക് സഞ്ജയോടുള്ള പ്രണയം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. സഞ്ജയോടും കുട്ടിയോടുമുള്ള അടുപ്പം മാഡിക്ക് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അത് മനസ്സിലാക്കുന്ന സഞ്ജയ്, മാഡി, നീ ഇങ്ങനെ കൂടുതൽ അടുക്കുന്നത് ശരിയല്ല. അവസാനം അത് നിനക്ക് തന്നെ വലിയ പ്രശ്നമാകും. കുട്ടിക്കും അത് വലിയ വിഷയമാകുമെന്നും സഞ്ജയ് പ്രത്യേകം പറയുന്നുണ്ട്. സർജറി എല്ലാം നന്നായിട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ മാഡിക്ക് തിരികെ പോകേണ്ട സമയമായി. അങ്ങനെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിരിക്കുകയാണ്. മാഡിയുടെ സാധനങ്ങളെല്ലാം നല്ല രീതിക്ക് അമ്മ പാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് മാഡി തന്റെ മനസ്സിലുള്ള കാര്യം അമ്മയോട് തുറന്നു പറയുന്നത്. ഇത്രയും നാള് മാഡി അമ്മയെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇനി മുതൽ അമ്മായി എന്ന് വിളിക്കട്ടെ എന്ന് മാഡി ചോദിക്കുന്നു. മാഡി ചോദിക്കുന്നത് കേട്ട് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. എന്താണ് അവൾ ഉദ്ദേശിച്ചതെന്നും അമ്മയ്ക്ക് മനസ്സിലായി. ഇതിനു വേണ്ടിയിട്ടാ ഞാൻ കാത്തിരുന്നത്. പക്ഷേ പ്രായവ്യത്യാസം, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ സന്തോഷത്തിൽ സഞ്ജയ്ക്ക് അടുത്തേക്ക് ചെല്ലുന്നു. സഞ്ജയോട് അമ്മ മാഡിയെ കുറിച്ചുള്ള കാര്യം തുറന്നു പറയുവാനായി ഒരുങ്ങുമ്പോൾ സഞ്ജയ്ക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടി. എന്നാൽ സഞ്ജയ് ആണെങ്കിലോ അത് പുറത്തു കാണിക്കാതെ എനിക്ക് മാഡിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും സഞ്ജയ് മാഡിയും കൂട്ടിക്കൊണ്ടു പോകുന്നു. കാറിൽ പോകുന്ന സമയത്ത് സഞ്ജയ് പ്രത്യേകം പറയുന്നുണ്ട്, എന്റെയും നിന്റെയും പ്രായവ്യത്യാസം അത് വലിയൊരു വിഷയമാകുമെന്ന്. എന്നാൽ അവൾ പറയുന്നത് അതൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ല എന്നാണ്. പക്ഷേ സഞ്ജയ് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കുകയായിരുന്നു. സഞ്ജയ് നേരെ വരുന്നത് എയർപോർട്ടിലേക്ക്. ആ ഒരു കാറിനുള്ളിൽ തന്നെ മാഡിയുടെ ബാഗുമെല്ലാം പാക്ക് ചെയ്തിരുന്നു. മാഡിയെ എയർപോർട്ടിൽ ഇറക്കി വിടുകയാണ്. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇനി തിരികെ വരരുതെന്ന് പറഞ്ഞിട്ടാണ് സഞ്ജയ് അവിടെ നിന്ന് പോകുന്നത്. എല്ലാം സംസാരിച്ചുറപ്പിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന സഞ്ജയും മാഡിയും കാത്ത് അമ്മ വെളിയിലുണ്ടായിരുന്നു. അമ്മയോട് പറയുന്നത് എല്ലാം അവസാനിച്ചു, ഇനി മാഡി തിരികെ വരില്ല, ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയിരിക്കണമെന്ന് പറഞ്ഞാണ് സഞ്ജയ് അകത്തേക്ക് കയറി പോകുന്നത്. അടുത്ത ദിവസം സഞ്ജയുടെ വീടിന് മുന്നിലായിട്ട് ഒരുപാട് ന്യൂസ് ചാനലുകളൊക്കെ കൂടി നിൽക്കുകയാണ്. കാരണം എന്തെന്നാൽ സഞ്ജയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിലായിട്ട് മാഡി സമരം ചെയ്യുന്നു. സഞ്ജയുടെ കുഞ്ഞിന്റെ സരോഗേറ്റ് മദർ താനാണെന്നും കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും സഞ്ജയ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് മാഡി സമരം ചെയ്യുന്നത്. ചാനലുകാരൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാം അവൾ മറുപടി കൊടുക്കുന്നുമുണ്ട്. ഒടുവിൽ ചാനലുകളിലൊക്കെ ആ ഒരു വാർത്ത വൈറലാവുകയാണ്. സഞ്ജയ് ഫേമസ് ആയിട്ടുള്ള ആളും കൂടിയാണല്ലോ. എന്നാൽ മാഡിയുടെ ആവശ്യം എങ്ങനെയെങ്കിലും ആ ഫാമിലിയിൽ കയറി പറ്റുക, അത് മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ നാണം കെടുത്തണം എന്നൊന്നും അവൾക്കില്ലായിരുന്നു. പക്ഷേ അത് കേസാവുകയാണ്. കോടതിയിലേക്കും എത്തുന്നു. കോടതിയിൽ കേസെത്തുമ്പോൾ മാഡി സരോഗേറ്റ് മദർ ആയതുകൊണ്ട് തന്നെ അവൾ ഒപ്പുവെച്ച എഗ്രിമെന്റ് പേപ്പർ ഒക്കെ എടുത്തു കാണിക്കുന്നു. എന്നാൽ അതിനെതിരായിട്ട് മാഡി പറയുന്നത് അമേരിക്കയിൽ വെച്ചാണ് ഈ ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്, അത് ഇന്ത്യയിൽ ബാധകമല്ല എന്നതാണ്. മാഡി കുഞ്ഞിനെ തനിക്ക് വേണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ സഞ്ജയ് പറയുന്നത് കുഞ്ഞിനെ താനാണ് നന്നായിട്ട് നോക്കുന്നതെന്നും കുഞ്ഞിനെ വിട്ടുതരാൻ കഴിയില്ല എന്നതുമാണ്. പക്ഷേ മാഡി പറയുന്നത് ഇയാൾ ഒരു ബിസിനസ്മാൻ ആണ്, എപ്പോഴും ബിസിനസ് സംബന്ധിച്ച് തിരക്കിലാണ്, കുഞ്ഞിനെ നോക്കാൻ പോലും ഇയാൾക്ക് സമയമില്ല എന്നതായിരുന്നു. എന്റെ കുഞ്ഞിനെ നോക്കുവാനായിട്ട് എന്റെ അമ്മയുണ്ട്, വീട്ടിൽ ജോലിക്കാരുണ്ട്, അവർ നന്നായിട്ട് കുഞ്ഞിനെ നോക്കുമെന്നും സഞ്ജയ് മറുപടി പറയും. അപ്പോൾ വീട്ടിലുള്ള വേലക്കാരും അമ്മയുമാണോ കുഞ്ഞിനെ നോക്കേണ്ടത്? കുഞ്ഞിന് സ്വന്തം അമ്മയുടെ പരിചരണമാണ് ആവശ്യമെന്നാണ് മാഡി പകരം പറയുന്നത്. രണ്ടുപേരുടെയും ഭാഗം കേട്ട ജഡ്ജി അവർക്ക് 6 മാസം സമയം കൊടുക്കുന്നു. ഈ 6 മാസം സഞ്ജയ് കുഞ്ഞിനെ നന്നായിട്ട് നോക്കണം. കുഞ്ഞിനെ സഞ്ജയ് നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കോടതി ഏർപ്പാടാക്കിയൊരു ടീം അവിടേക്ക് ചെക്ക് ചെയ്യുവാനായിട്ട് എത്തുമെന്നും കോടതി പറയുന്നു. ആ സമയം വരെയും മാഡി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നും ജഡ്ജി ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് നേരെ വീട്ടിലേക്ക് എത്തുകയാണ് സഞ്ജയും മാഡിയും ഒക്കെ. സഞ്ജയ്ക്ക് മാഡിയോട് നല്ല ദേഷ്യമുണ്ട്. കുഞ്ഞിനെ ഒന്ന് മാഡിക്ക് കൊടുക്കുവാൻ പോലും സഞ്ജയ് കൂട്ടാക്കുന്നതേയില്ല. അന്നു മുതൽ കുഞ്ഞിന്റെ A to Z കാര്യം നോക്കുന്നത് സഞ്ജയ് ആണ്. ഓഫീസിൽ പോലും സഞ്ജയ് പോകാതെ കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കുന്നു. കുഞ്ഞിന് ഡൈപ്പർ മാറ്റി കൊടുക്കുക എല്ലാം സഞ്ജയാണ് ചെയ്യുന്നത്. പക്ഷേ സഞ്ജയ്ക്ക് ഈ ഹൈജീൻ വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൗസും മാസ്കൊക്കെ ധരിച്ചുകൊണ്ടാണ് കുഞ്ഞിന്റെ ഡൈപ്പർ മാറ്റുന്നത്. അതേ സമയമാണ് അവിടേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്നും ആളെത്തുന്നത്. അപ്പോൾ സഞ്ജയ് മാസ്കും ധരിച്ച് ഗ്ലൗസും ഇട്ടുകൊണ്ട് നിന്ന് ഡൈപ്പർ മാറ്റുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് അവർ ചോദിക്കുമ്പോൾ അത് കുഞ്ഞിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുവാനായി ശ്രമിക്കും. പക്ഷേ ആ സമയത്ത് മാഡി ഓരോന്ന് പറയുന്നത് കൊണ്ട് തന്നെ സഞ്ജയ്ക്ക് നെഗറ്റീവായിട്ടാണ് അവരോരോന്ന് എഴുതിക്കൊണ്ടു പോകുന്നത്. മാഡിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം, അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അവൾ ഓരോന്നൊക്കെ അവിടെ കാണിക്കുന്നുമുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് സഞ്ജയുടെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയെ അഞ്ജലി അവരുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. സഞ്ജയുടെ അച്ഛൻ മരിച്ചുപോയതിൽ പിന്നെ അമ്മ അവരോട് ദേഷ്യമൊന്നും വെച്ച് പുലർത്താറില്ല. നല്ല സ്നേഹത്തിലാണ് അഞ്ജലിയോടും മകളോടും പെരുമാറുന്നതും. അഞ്ജലി ഇപ്പോൾ വന്നിരിക്കുന്നത് അഞ്ജലിയുടെ മകളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നീ പേടിക്കണ്ട, നമ്മൾ ഒരു കുടുംബമായി നിന്ന് ഈ വിവാഹം നടത്തും. ഞാൻ എന്തായാലും മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അത് തരാമെന്നുള്ള കാര്യവും സഞ്ജയുടെ അമ്മ സമ്മതിക്കുന്നു. അവർ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇനി അമ്മയ്ക്ക് വെറുപ്പൊക്കെ മാറിയെന്ന് പറഞ്ഞാലും സഞ്ജയുടെ മനസ്സിലുള്ള ദേഷ്യം അതുപോലെ തന്നെയുണ്ട്. ആർക്കാ അങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നത്? എന്നാലും സഞ്ജയ്ക്ക് അടുത്തേക്ക് എത്തുകയാണ് അമ്മ. അഞ്ജലിയുടെ മകളുടെ വിവാഹം നല്ല രീതിക്ക് നടത്തണം. എന്റെ കയ്യിലിരിക്കുന്ന സ്വർണമെല്ലാം അവൾക്ക് കൊടുക്കണമെന്നും അമ്മ പറയുന്നു. അമ്മയുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് സഞ്ജയുടെ മറുപടി. നിന്റെ സഹോദരിയല്ലേ, നീ ആ ഒരു ദേഷ്യമെല്ലാം കളയുവാനായിട്ട് പറയുമ്പോഴും അതിനൊന്നും സഞ്ജയ് കൂട്ടാക്കുന്നതേയില്ല. എന്നാൽ അടുത്ത ദിവസം കുഞ്ഞിന് നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് മാളെത്തുകയാണ്. കുഞ്ഞിന് നോക്കുന്നത് മാഡിയും. അമ്മ, ഞാൻ നന്നായിട്ടല്ലേ കുഞ്ഞിനെ നോക്കുന്നത്? അമ്മ പറ, ഞാനാണോ സഞ്ജുവാണോ നന്നായിട്ട് കുഞ്ഞിനെ നോക്കുന്നതെന്ന് പറയുവാനായിട്ട് അമ്മയോട് ആവശ്യപ്പെടുമ്പോൾ മാഡി അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോഴും സഞ്ജയുടെ അമ്മ ശ്രദ്ധിക്കുന്നത് തന്നെ അവൾ അമ്മ എന്ന് വിളിക്കുന്നതാണ്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇനി ഞാൻ മരിച്ചു പോയാലും എനിക്ക് പേടിയില്ല, കാരണം എന്റെ മകനെ നീ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാമെന്ന് അമ്മ സന്തോഷത്തോടു കൂടി പറയുന്നു. എന്നാൽ അന്നേ ദിവസം രാത്രി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുകയാണ്. മാഡി സഞ്ജയുടെ റൂമിൽ വന്ന് സഞ്ജയെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അമ്മ കിടക്കുന്നുണ്ട്. അമ്മ ഉണരുന്നില്ല. അമ്മ മരണപ്പെട്ടു പോയി. പക്ഷേ മരിക്കുന്ന സമയത്തും അമ്മയുടെ മുഖം ചിരിച്ച രീതിയിലാണ് ഇരിക്കുന്നത്. സഞ്ജയ് ആകെ തകർന്നു പോകുന്നു. അമ്മയുടെ മരണത്തോടുകൂടി സഞ്ജയ് ആകെ തകർന്നു പോവുകയാണ്. അമ്മയുടെ മരണാനന്തര ചടങ്ങുകളും നല്ല രീതിക്ക് കഴിയുന്നു. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അഞ്ജലിയും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു കാര്യം സംഭവിച്ചതുകൊണ്ട് കല്യാണം ഞാൻ മാറ്റിവെക്കുവാനായി പോവുകയാണ്. ചേച്ചിയാണ് കല്യാണം നടത്തുവാനായി തീരുമാനിച്ചിരുന്നത്. ഇനി എന്തായാലും കല്യാണം ഒന്ന് നീട്ടിവെക്കാമെന്നും അഞ്ജലി പറയുന്നു. അതൊന്നും വേണ്ട, അമ്മ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കണം. ഈ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തുമെന്നും സഞ്ജയ് പറയുന്നു. മോശമായിട്ടൊരു കാര്യം നടന്ന വീട്ടിൽ നല്ലത് നടക്കുന്നത് നല്ലതിനാണെന്നും സഞ്ജയ് പറയും. അങ്ങനെ സഞ്ജയ് നേരെ തന്റെ അമ്മയുടെ മുറിയിൽ വന്ന് അലമാര തുറക്കുന്ന സമയത്ത് അവിടെ ആ പെൺകുട്ടിയുടെ പേരെഴുതി വെച്ചിരുന്ന ബോക്സുകൾ ഇരിക്കുന്നു. അതിൽ നിറയെ സ്വർണമാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ കല്യാണവും നടക്കുവാനായി പോകുന്നു. കല്യാണം നല്ല രീതിക്ക് മുൻകൈയെടുത്ത് നിന്ന് നടത്തുന്നതിന് വേണ്ടിയിട്ട് സഞ്ജയ് എല്ലാവരെയും കൂട്ടി അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകുന്നു. പണ്ട് കൊച്ചായിരുന്ന സമയത്ത് സഞ്ജയ്ക്ക് താമസിച്ചിരുന്ന വീടാണത്. അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതോടുകൂടി അമ്മയും സഞ്ജയും മാറിപ്പോയതിനു ശേഷം ഇപ്പോഴാണ് സഞ്ജയ് ആ വീട്ടിലേക്ക് വരുന്നത്. വീട് കാണുമ്പോൾ തന്റെ പഴയകാല ഓർമ്മകളൊക്കെ വരുന്നു. എന്നാൽ കല്യാണ വീട്ടിൽ എത്തുന്ന സമയത്താണ് കുറച്ചുപേരൊക്കെ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതും അഞ്ജലിയെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നത്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുകയുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ സഞ്ജയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ പയ്യന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പയ്യന്റെ ചിറ്റപ്പനാണ് ആ കുടുംബത്തിനെ പ്രധാനിയായിട്ടുള്ള ഒരാൾ. ചിറ്റപ്പൻ എന്ത് പറയുന്നോ അതാണ് കുടുംബത്തിലുള്ളവർ അനുസരിക്കുന്നത്. അങ്ങനെ പയ്യന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ചിറ്റപ്പൻ സഞ്ജയെ കാണുകയാണ്. എന്താ സഞ്ജയ് നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ മകളാണ് വധു എന്ന് സഞ്ജയ് പറയുന്നു. അത് കേൾക്കുന്നതും ചിറ്റപ്പൻ അത്ര ഇഷ്ടമാകുന്നതേയില്ല. ഇങ്ങനൊരു ഫാമിലിയിൽ നിന്നാണോ നീ പെണ്ണിനെ എടുക്കുന്നതെന്ന് പറഞ്ഞ് ചിറ്റപ്പൻ വല്ലാതെ ബഹളമുണ്ടാക്കുന്നു. അതോടുകൂടി കല്യാണം മുടങ്ങുന്ന അവസ്ഥയായി. എന്നാൽ പെൺകുട്ടിക്കാണെങ്കിൽ ആകെ ദേഷ്യം. സഞ്ജയ് പെൺകുട്ടിക്ക് അടുത്തേക്ക് എത്തുന്ന സമയത്തോ നിങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നമുണ്ടായത്. കുട്ടിക്കാലത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം കാരണം എന്തെല്ലാം സംഭവിച്ചു. കുട്ടിക്കാലം മുതലേ നിങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമല്ലായിരുന്നു. ഒരു മനുഷ്യരായി പോലും നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മിക്കപ്പോഴും നിങ്ങളുടെ കൂടെയല്ലേ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്നോടൊപ്പം സമയം ചിലവഴിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്നേഹവും ഞാൻ കുറച്ചാണ് അനുഭവിച്ചത്. മാത്രവുമല്ല നിങ്ങളുടെ അച്ഛൻ എന്റെ അമ്മയെ വിവാഹം കഴിച്ചതോടുകൂടി എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളെ തിരിഞ്ഞു നോക്കാതായി. വർഷങ്ങളായി അവർ ഞങ്ങളോട് മിണ്ടിയിട്ട് തന്നെ. ഈ നാട്ടിൽ എന്തുമാത്രം കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ അമ്മയെ വെറും മോശമായിട്ടാണ് ഇവിടെയുള്ളവരെല്ലാവരും കാണുന്നത്. നിങ്ങളുടെ അച്ഛന്റെ രണ്ടാം ഭാര്യ, അത് മാത്രമാണ് എന്റെ അമ്മയ്ക്കുള്ള ലേബൽ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കരയുന്നു. അതോടുകൂടി അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യം സഞ്ജയ്ക്ക് മനസ്സിലായി. സഞ്ജയ് എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്നിട്ട് ഈ കല്യാണം നടത്തുന്നത് വധുവിന്റെ ആങ്ങളെയാണെന്ന് അഭിമാനത്തോടു കൂടി തുറന്നു പറയുന്നു. ഇനി ആരും അവരെ ഒന്നും പറയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് സഞ്ജയ് അങ്ങനെ പറഞ്ഞത്. എന്ത് പറയണമെങ്കിലും എന്ത് ചോദിക്കണമെങ്കിലും അവളുടെ ചേട്ടനോട് വന്ന് ചോദിക്കണമെന്നും സഞ്ജയ് പറയുന്നു. അതോടുകൂടി എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് അഞ്ജലിയുടെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ടുള്ള പിണക്കമെല്ലാം മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് സഞ്ജയ് ശ്രമിക്കുന്നത്. സഞ്ജയ് നേരെ എത്തിയിരിക്കുന്നത് അഞ്ജലിയുടെ അച്ഛനെയും അമ്മയും കാണുന്നതിന് വേണ്ടിയിട്ടാണ്.
അവരടുത്തെത്തി നിങ്ങളുടെ ചെറുമകളുടെ വിവാഹമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ അകറ്റി നിർത്തിയിരിക്കുന്നത്? അവർ എന്റെ അച്ഛനെ രണ്ടാമത് വിവാഹം കഴിച്ചതുകൊണ്ടോ? അവർ നിയമപരമായിട്ട് തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നെന്നറിയുമോ? നിങ്ങൾക്ക് ഈ പെൻഷൻ കാശ് വരുന്നത് സത്യത്തിൽ നിങ്ങളുടെ മകൾ അയക്കുന്നതാണ്. ദേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മലക്കറിയൊക്കെ വിൽക്കുന്നില്ലേ? ഇതെല്ലാം ഏർപ്പാടാക്കിയത് നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് അഞ്ജലി ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നു. മുത്തശ്ശനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞവസാനിപ്പിച്ചിട്ട് സഞ്ജയ് നേരെ വരുന്നത് ചിറ്റപ്പനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ചിറ്റപ്പനോടും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സംസാരിപ്പിച്ച് കോംപ്രമൈസ് ആക്കിയിട്ട് വിവാഹത്തിനും സമ്മതിപ്പിക്കുന്നു. അങ്ങനെ പെൺകുട്ടിയുടെ വിവാഹ ദിവസം എത്തി. വിവാഹത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എത്തുന്നു. അഞ്ജലിക്കും മകൾക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. ചിറ്റപ്പനും സമ്മതിച്ചതുകൊണ്ട് തന്നെ വിവാഹം നല്ല മംഗളകരമായിട്ട് നടക്കുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയം സഞ്ജയ്ക്കടുത്തേക്ക് അഞ്ജലി എത്തുകയാണ്. ഇനി എന്നാ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ റെഡിയെന്ന് മാഡി മറുപടി പറയുന്നു. എന്നാൽ സഞ്ജയുടെ മറുപടി ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് എന്നതായിരുന്നു. സഞ്ജയ് അഞ്ജലിയോട് ഇമോഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഞാൻ എപ്പോഴും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിയായിരുന്നു. അമ്മയോടൊന്ന് സമയം ചിലവഴിക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. അമ്മ പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചെങ്കിലും നമ്മളെല്ലാം ഒരു ഫാമിലിയാണെന്ന്. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. മാഡി വന്നതിന് ശേഷമാണ് അതെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടത്. മാഡി വന്നതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുമായും മകനുമായും സമയം ചിലവഴിക്കാൻ തുടങ്ങി. എന്റെ അമ്മ മരിക്കുന്ന സമയത്തും അമ്മയുടെ മുഖം ചിരിച്ച രീതിയിലാണ് ഇരുന്നത്. അതിനർത്ഥം മാഡി അമ്മയെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവൾ വന്നതിന് ശേഷമാണ് എന്റെ അമ്മ മനസ്സ് തുറന്ന് ചിരിക്കാൻ തുടങ്ങിയതും. എനിക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. എന്നെ അവൾ ഇപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം അവളെ ഒരു ഡോക്ടറാക്കണമെന്നാണ്. അതൊരിക്കലും നടക്കില്ല. അതിനു പകരം അവൾ നന്നായിട്ട് പഠിക്കണം. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവളൊരു ഡോക്ടറാകണം. അതാണ് എന്റെ ആഗ്രഹമെന്നും സഞ്ജയ് പറയുന്നു. സഞ്ജയ് നേരെ മാഡിക്കടുത്തേക്ക് എത്തുകയാണ്. മാഡി ഇപ്പോഴും നമുക്ക് എന്നാ കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാഡിയോട് സഞ്ജയ് പറയുന്നത്, നമ്മൾ തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. നിന്റെ നല്ല പ്രായത്തിൽ ഞാൻ വയസ്സാകും. മാത്രവുമല്ല നീ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നീ പഠിക്കാനൊന്നും പോകില്ല. നിനക്ക് പഠിത്തമാണ് വലുത്. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു ജോലി സമ്പാദിക്കണം. എന്ത് സംഭവിച്ചാലും നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് നീ നന്നായിട്ട് പഠിക്കണം. നിന്നെ ഞാൻ വിദേശത്തേക്ക് പറഞ്ഞു വിടുവാനായി പോവുകയാണെന്ന് സഞ്ജയ് പറയുമ്പോൾ, ഞാൻ പഠിത്തമെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവാഹം കഴിക്കാൻ കഴിയുമോ എന്ന് അവൾ ചോദിക്കുന്നു. അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചെന്ന് സഞ്ജയ് പറഞ്ഞിട്ട് മാഡിയെ നേരെ വിദേശത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ സഞ്ജയ് ഒരു എസ് പോലും പറയാതെ അവൾ പറഞ്ഞു വിട്ടതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. വിദേശത്ത് നിൽക്കുന്ന സമയമെല്ലാം സഞ്ജയ് ഒന്ന് വിളിച്ചാൽ പോലും അവൾ കോൾ എടുക്കത്തേയില്ല. മാഡിയുടെ പഠനത്തിന്റെ ചിലവെല്ലാം നോക്കുന്നത് സഞ്ജയ് ആണ്. എപ്പോഴെങ്കിലും ദേഷ്യം മാറുമ്പോൾ അവൾ എന്നെ വിളിക്കട്ടെ എന്നാണ് സഞ്ജയ് കരുതുന്നതും. പക്ഷേ ഇപ്പോഴും മാഡിയെ കാണുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ സഞ്ജയ് മാഡിക്കടുത്തേക്ക് അയക്കാറുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവരുന്നത് സഞ്ജയുടെ കസിനാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ മാഡിയുടെ പഠിത്തമെല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. റിസൾട്ടും വരുന്നു. മാഡിയാണ് ക്ലാസ് ടോപ്പർ. ആ ഒരു സന്തോഷത്തിൽ മാഡി ആദ്യം വിളിക്കുന്നത് സഞ്ജയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് സഞ്ജയെ കോൾ ചെയ്യുന്നത്. കോൾ എടുക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് സഞ്ജയ് സംസാരിക്കുന്നതും. സഞ്ജയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മാഡി അറിയാതെ കരഞ്ഞു പോകുന്നു. അങ്ങനെ കോൺവൊക്കേഷൻ ദിവസം എത്തി. അതിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് സഞ്ജയും മകനുമൊക്കെ എത്തിയിരുന്നു. മാഡിക്ക് ഒരുപാട് സന്തോഷമാകും. എല്ലാം കഴിഞ്ഞ് 3 പേരും നടക്കുവാനായി ഇറങ്ങിയ സമയം, അമ്മയുടെ പേരിൽ ചെന്നൈയിൽ ഞാൻ ഹോസ്പിറ്റൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി മുതൽ നീ വേണം അത് നോക്കി നടത്താനെന്നും മാഡിയോട് സഞ്ജയ് പറയുന്നു. അപ്പോൾ നമ്മുടെ വിവാഹത്തിന്റെ കാര്യമോ എന്ന് മാഡി ചോദിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മകൻ. മകനിപ്പോൾ ഏകദേശം 5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മകൻ പറയുന്നത്, അമ്മ നമ്മൾക്കൊപ്പം നിൽക്കണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ അമ്മയെ ചെന്നൈയിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ ചെന്നൈയിൽ ഹോസ്പിറ്റൽ ആരംഭിച്ചത്. അതിതുവരെ അമ്മയ്ക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുന്നു. മാഡിക്കും ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ അവസാനം സഞ്ജയ് യെസ് പറഞ്ഞിരിക്കുകയാണ്. മാഡിയും സഞ്ജയും അവരുടെ മകനും സന്തോഷമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.